ഹായ് കൂട്ടുകാരെ, നമസ്കാരം. പുതിയൊരു വീഡിയോ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിലേക്ക് നന്നായി ചൂടായ ഒരു കുക്കറിലേക്ക് നമ്മൾ അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. വെളിച്ചെണ്ണ ഇതിലേക്ക് ബിരിയാണി മസാലയായ ഈ സ്പൈസസ് ഒക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം സ്ലൈസ് ചെയ്ത് വെച്ച ഓനിയൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു. നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമുക്ക് അല്പം ഉപ്പും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഉപ്പൊക്കെ നന്നായി ഒന്ന് മിക്സ് ആയതിനു ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിട്ടില്ല ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതാണ് കേട്ടോ. അത് നമുക്കൊന്ന് ഇതിൽ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് റെഡിയാക്കി എടുക്കാം. അതിനുശേഷം ഒരു 2 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം. ഇതിങ്ങനെ അടച്ച് തുറന്നപ്പോൾ ഇതാണ് അവസ്ഥ. ഓക്കെ, നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നോക്കാം. നമ്മൾ ഇതിലേക്ക് അല്പം കുരുമുളക് പൊടിയും അല്പം മഞ്ഞൾപ്പൊടി ഇത്ര മാത്രം നമ്മൾ ചേർക്കേണ്ടത് കേട്ടോ. ഇപ്പം ഈ ഒരു ഫസ്റ്റ് സ്റ്റേജിൽ ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ച ബീഫ് റെഡിയാക്കി വെച്ചത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ബീഫ് നന്നായി ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് കഴുകി അതിലേക്ക് ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, വെളിച്ചെണ്ണ എന്നിവ ചേർത്ത് നന്നായി തിരുമ്മ പിടിപ്പിച്ച് ഒരു 3 മണിക്കൂർ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാണ് ഈ ഒരു കൂട്ടിലേക്ക് നമ്മളിപ്പോൾ ഇട്ട് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇത് നന്നായി ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഇതിലേക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളം, ഓക്കെ, അത് ഒഴിച്ചിട്ട് വേണം നമ്മൾ തിളപ്പിച്ച് എടുക്കാൻ. ഇതിന് ടോട്ടൽ 3 വിസിലാണ് വേണ്ടത്. അപ്പം തൽക്കാലം ഒരു വിസിൽ കഴിഞ്ഞതിന് ശേഷം നമുക്കൊന്ന് തുറക്കേണ്ടതായ ആവശ്യമുണ്ട്. ഇതുണ്ടോ, ആദ്യത്തെ ഒരു വിസിൽ കഴിഞ്ഞിട്ടുണ്ട്. നമ്മളിതിലേക്ക് ഒരു സാധനം ചേർത്ത് കൊടുക്കാൻ പോവുകയാണ് ഗൈസ്. ഇതാണ് കൂർക്കയും ബീഫും. അതാണ് ഇന്നത്തെ സ്പെഷ്യൽ. അപ്പം കൂർക്ക നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് അടച്ച് വെക്കാം. വീണ്ടും 2 വിസിൽ കഴിഞ്ഞ ശേഷം മാത്രമേ നമ്മളിത് എടുക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ആ ഒരു സമയം നമുക്ക് മസാലകൾ റെഡിയാക്കാം. ആദ്യം ചൂടായ ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. അതിലേക്ക് ഗാർലിക്ക് നന്നായി ഇടിച്ച് ചതച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ ആകുന്നത് വരെ നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം നമുക്കതിലേക്ക് ഒനിയൻ സ്ലൈസ് ചെയ്ത് വെച്ചത് എടുക്കാം. നമ്മളിവിടെ ഇപ്പോൾ ഇന്ന് ഉപയോഗിച്ചിട്ടുള്ളത് മൊത്തം 4 ഒനിയനാണ് കേട്ടോ. അതിൽ 3 എണ്ണം നമ്മൾ ഓൾറെഡി മുന്നേ എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ലാസ്റ്റ് ഒരെണ്ണത്തിൻ്റെ കട്ട് ചെയ്ത് വെച്ച് ഭാഗമാണ്. ഇങ്ങനെ നന്നായി വഴണ്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. ഓക്കെ, മല്ലിപ്പൊടി, മുളക് പൊടി, അല്പം മഞ്ഞൾപ്പൊടി എന്നിവയാണ് ഇപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. കുരുമുളക് പൊടി. ഓക്കെ, ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് ഈ ഒരു പരുവം റെഡിയായി വരണം കേട്ടോ. അപ്പോൾ ആ മുളകിൻ്റെയും ഇതിൻ്റെയൊക്കെ കുത്തൊക്കെ പോയതിന് ശേഷം നമുക്കിതിലേക്ക് അല്പം സ്ലൈസ് ചെയ്ത് വെച്ചാൽ തക്കാളിയും പിന്നെ അതിൻ്റെ മുകളിലേക്ക് കരിവേപ്പിലയും ഇട്ട് കൊടുക്കാം. ഇതൊക്കെ ഒന്ന് റെഡിയായി വന്നതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചാൽ ഈ ഒരു കൂട്ട് ഇതിലേക്ക് ഇട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക ഗൈസ്. ഇതിൻ്റെ ഒരു മണം തന്നെ ഇപ്പം വരുമെന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു കണ്ടീഷനാണ് കേട്ടോ. നോക്കിയേ ഗൈസ്, ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ ബീഫ് ആൻഡ് കൂർക്ക. ബീഫൊക്കെ നല്ല നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ ഒരു ടേസ്റ്റ് ഗൈസ് ഒന്നും പറയാനില്ല, സൂപ്പറാണ് കേട്ടോ. അപ്പം താങ്ക് യു.